ആ ലോഗോ ഡിസൈൻ അപ്രൂവ് ചെയ്ത ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്റെ കണ്ണ് തുടിക്കുമ്പോഴെല്ലാം ആ ലോഗോ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ മതിയായിരുന്നു. അല്പസമയത്തിനകം കണ്ണിന്റെ തുടിപ്പ് മാറും. മനസ്സിൽ സങ്കടങ്ങൾ വന്നാലും ആ ലോഗോ കണ്ണുകൾ അല്പനേരം നോക്കിയിരുന്ന സങ്കടങ്ങൾ താനെ പടിയിറങ്ങുമായിരുന്നു. അമ്മ എന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ ആ ലോഗോ കണ്ണുകളും എനിക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ലോഗോ കണ്ണുകളുടെ ഉടമ അതാരാണെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. വെരി ഗുഡ്. പറയാ ആനന്ദ, അത് ആരുടെ കണ്ണുകളാ? ആ ലോഗോയിലുള്ളത് മറ്റാരുടെയും കണ്ണുകളല്ല. ആ കണ്ണുകൾ കല്യാണിയുടേതാ. ആനന്ദ്, നീ എന്തൊക്കെയാ പറയുന്നത്? ആ ലോഗോയിലെ കണ്ണുകൾ കല്യാണിയുടേതാണ്? അതെ അച്ഛാ. ഒരുപാട് നാളായിട്ട് ആ ലോഗോ കണ്ണുകളുടെ ഉടമയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. അതിന് ഇന്നാ ചാൻസ് കിട്ടിയത്. കല്യാണി, കൺഗ്രാറ്റുലേഷൻസ്. ആ ലോഗോ കണ്ണുകളുടെ ഉടമയായ പെൺകുട്ടിയെ കണ്ടെത്തിയാൽ എന്തായിരിക്കും ആനന്ദിന്റെ പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കി. അമ്മ സമ്മതിച്ചാൽ ഒരുപക്ഷെ ഞാൻ അവളെ കെട്ടിയെന്ന് വരും ഇളയമ്മേ. നിങ്ങളുടെ പ്രൗഢിക്കും അന്തസ്സിനും ചേരാത്തൊരു പെണ്ണായിരിക്കും മരുമകളായിട്ട് വലത് കാല് വെച്ച് കയറാൻ പോകുന്നത്. അതാണ് ജാതകന്റെ വിധി. ശരി ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കല്യാണിയുടെ കാര്യത്തിൽ നീ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ സക്സസിന് കാരണം ആ ലോഗോയിലെ കണ്ണുകളും ബ്രാൻഡ് അംബാസിഡർ കല്യാണിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ലല്ലോ. ഇപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ കല്യാണിയെ ഉചിതമായ രീതിയിൽ അനുമോദിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ നടത്തണം ഉടൻ തന്നെ. അത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി ശരി, അതൊക്കെ നമുക്ക് ആലോചിക്കാം. തൽക്കാലം എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ബാക്കിയൊക്കെ നാളെ. കൃഷ്ണേട്ടാ. ആന്റി, ആ ലോഗോയിലുള്ള കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് അറിയാതിരിക്കാനാ നമ്മൾ ഇത്രയും കളികളൊക്കെ കളിച്ചത്. ഇപ്പൊ ആനന്ദ് അത് മനസ്സിലാക്കി. ആ കണ്ണുകളുടെ ഉടമ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അവൻ ആ കണ്ണുകളോട് ഭ്രാന്തമായ അടുപ്പമായിരുന്നു. ഇപ്പൊ അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന സത്യം അറിഞ്ഞപ്പോ കല്യാണി അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവളെ അനുമോദിക്കണം പോലും. ഇതിങ്ങനെ പോയാ ഒരു ദിവസം അവളുടെ കഴുത്തിലെ താലിയും കെട്ടിക്കൊണ്ടു വന്നിട്ട് തൃച്ചംബരത്തെ കെട്ടിലമ്മയായി വാഴിക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. കല്യാണി അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവളെ അനുമോദിക്കണം പോലും. ഇതിങ്ങനെ പോയാ ഒരു ദിവസം അവളുടെ കഴുത്തിലെ താലിയും കെട്ടിക്കൊണ്ടു വന്നിട്ട് തൃച്ചംബരത്തെ കെട്ടിലമ്മയായി വാഴിക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. ആന്റി, നിനക്കറിഞ്ഞൂടാത്തോണ്ടാ. ഇതുപോലുള്ള വലിയ വലിയ തറവാടുകളിൽ വേലക്കാരികൾ വീട്ടുകാരികളാകുന്നതും വീട്ടുകാരികൾ വെറും വേലക്കാരികളെ പോലെ കണ്ണുനീർ വാർക്കുന്നതും അപൂർവമല്ല. ഏതായാലും അവളുടെ കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. എനിക്കല്ല, നിനക്ക്.
പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായാൽ നിനക്ക് കൊള്ളാം, അത്ര തന്നെ. ആ ലോഗോ ഡിസൈനിൽ എന്റെ കണ്ണുകൾ കാണുമ്പോ ആനന്ദ് ഒരുപാട് സന്തോഷിക്കുന്നു കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. പ്രിയങ്ക, സ്റ്റോപ്പ് ഇറ്റ്. സി, നീ അമ്മയുടെ സെലക്ഷൻ ആയതുകൊണ്ടാ ഇത് ഞാൻ അങ്ങ് ക്ഷമിക്കുന്നത്. ഇനിയും ഇങ്ങനെ നിന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കണ്ണുകളോടാണ്. ആ ലോഗോയിലുള്ളത് മറ്റാരുടെയും കണ്ണുകളല്ല. ആ കണ്ണുകൾ കല്യാണിയുടേതാ. ഇനിയും ആ കല്യാണി എങ്ങനെ വിട്ടാൽ വലിയ അപകടമാണ്. എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിനൊരു തീർപ്പാക്കണം. തീർപ്പാക്കിയേ പറ്റൂ. എന്തു പറ്റിയാക്കില്ലേ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തോ ഗഹനമായിട്ട് ആലോചിക്കുന്നെന്ന് തോന്നുന്നു. ഒന്നുമില്ല കൃഷ്ണേട്ടാ, ഉറക്കം വന്നില്ല, അത്രേ ഉള്ളൂ. ശരി ശരി, പറയാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ഇറ്റ്സ് ബെറ്റർ ഐ ലിവ് യു അലോൺ. അതല്ല കൃഷ്ണേട്ടാ, ആനന്ദിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. അതാ ഞാനിങ്ങനെ. ആനന്ദിനെ കുറിച്ച് എന്താ ആലോചിക്കാൻ? ആ ലോഗോയിലെ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് അറിഞ്ഞപ്പോ ആനന്ദിന്റെ മുഖത്തെ സന്തോഷം കൃഷ്ണേട്ട ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. ഞാൻ ഇതിനു മുമ്പ് അവന്റെ മുഖത്ത് ഇത്രയും അധികം സന്തോഷം കണ്ടിട്ടില്ല. പക്ഷെ അതിലെന്താ നീ കുഴപ്പം കാണുന്നേ? ആനന്ദിന്റെ മുഖത്ത് കണ്ട ആ സന്തോഷമില്ലേ, അതെന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താകിലേ ഇത്? ആനന്ദിന്റെ സന്തോഷവും നിന്റെ ഈ ആശങ്കയും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണേട്ടാ, ആ ലോഗോ കണ്ണുകളുടെ മേൽ ആനന്ദ് ഇത്രയും ഇൻവോൾവ്ഡ് ആണെന്ന് വിലാസിനിയും പ്രിയങ്കയും പറഞ്ഞത് കൃഷ്ണേട്ടൻ കേട്ടതല്ലേ? കേട്ടു. ബട്ട് ദാറ്റ്സ് നാച്ചുറൽ. ആ ലോഗോയിലെ കണ്ണുകൾ ആദ്യം കണ്ടപ്പോ നീയും ഞാനും ഒക്കെ ഇതുപോലെ എക്സൈറ്റഡ് ആയതല്ലേ? കറക്റ്റ്. പക്ഷേ പിന്നീട് നമ്മളതിനെ കമ്പനി ലോഗോ ആയിട്ടേ കണ്ടുള്ളൂ. എന്നാൽ ആനന്ദ് ആ കണ്ണുകളുമായി സെന്റിമെന്റൽ അറ്റാച്ച് ഉണ്ടാക്കി. ഇപ്പൊ അത് കല്യാണിയുടേതാണെന്ന് അറിഞ്ഞപ്പോ അവന്റെ സന്തോഷത്തിന് അതിലില്ലാതായിരിക്കുക. ഇത് ഇങ്ങനെ പോവാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്ക് ഭയം തോന്നുന്നത്. അഖിലേ, വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വരെ വളരെ ഈസിയായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള നീ ഇങ്ങനെ വെറുതെ കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കി കൺഫ്യൂഷൻ ആകുന്നത് ഭയങ്കര ബോറാണ്. കൃഷ്ണേട്ടൻ അങ്ങനെ പറയരുത്. ഓഫീസ് കാര്യങ്ങളായിരുന്നെങ്കിൽ ഞാൻ ഒരു ടെൻഷനും കൂടാതെ പണ്ടേ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. ഇത് കുടുംബ പ്രശ്നം, നമ്മുടെ മോന്റെ വിഷയം. ഇവിടെ ഞാനൊരമ്മ മാത്രമോ കൃഷ്ണേട്ടാ? അപ്പൊ സ്ത്രീ സഹജമായ ചില സംശയങ്ങൾ എനിക്കും ഉണ്ടാവും. അതുകൊണ്ടാ. എന്ന് പറഞ്ഞ സത്യം പറ, താൻ മനസ്സിൽ കാണുന്നത് ആനന്ദിന് കല്യാണിയോട് പ്രേമമാണെന്നാണോ? അറിയില്ല. വാട്ട്? അതെ കൃഷ്ണേട്ടാ, ആനന്ദിന് കല്യാണിയോട് പ്രേമമാണോ എന്ന് ചോദിച്ചാൽ
അല്ലെന്നല്ല, അറിയില്ല എന്ന് പറയാനേ എനിക്കറിയൂ. എന്നാലും ഈ രാത്രി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. പണ്ട് പുറത്ത് അതിരായി ഞാനൊരു കയറ് കെട്ടി. ചില സെന്റിമെന്റ്സുകൾ വെച്ച് ആ കയറ് മാറ്റി കല്യാണിയെ ഈ വീടിനുള്ളിൽ കയറാൻ ഞാൻ സമ്മതിച്ചത്. അന്ന് ഞാൻ കാണിച്ച ആ സൗജന്യം ഇനി മേലാൽ കാണിക്കാൻ പാടില്ല. അടുക്കളക്കാരിക്ക് അരമനയിൽ കയറാൻ അനുവാദം കൊടുക്കരുതെന്നർത്ഥം. കല്യാണിക്ക് സ്ഥാനം ഇനി പടിക്ക് പുറത്താ. എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. കൃഷ്ണേട്ട വാക്കിടക്കാം. അഖില നിൽക്ക്. നിന്റെ ആലോചനയും കണ്ടെത്തലും തീരുമാനമൊക്കെ നല്ല കാര്യം. പക്ഷെ അതിൽ കാതലായ ഒരു തെറ്റുണ്ട്. കാതലായ തെറ്റോ? അതെ, ഇവിടിപ്പോ കണ്ണിനെയും അതിന്റെ ഉടമസ്ഥയും പ്രേമിച്ചത് നീ പടിക്ക് പുറത്താക്കാൻ പോകുന്ന കല്യാണിയല്ല. അവളിപ്പോഴും വെറും പാവം നാട്ടിൻപുറത്ത് മാത്രമാണ്. മറിച്ച് നീ പറയുന്ന പ്രണയത്തിന്റെ കുറ്റം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മകനാ, ആനന്ദകൃഷ്ണൻ. അവൻ അടുക്കളയിലല്ല, അരമനയില. അവിടെ നിന്ന് വിളിച്ചിറക്കി നടയിൽ കയറുകെട്ടി പുറത്താക്കാൻ പറ്റുമോ നിനക്ക്? എന്തു പറയുന്നു? എന്റെ കണ്ണ് തുടിക്കുമ്പോഴെല്ലാം ആ ലോഗോ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ മതിയായിരുന്നു. അല്പസമയത്തിനകം കണ്ണിന്റെ തുടിപ്പ് മാറും. മനസ്സിൽ സങ്കടങ്ങൾ വന്നാലും ആ ലോഗോ കണ്ണുകൾ അല്പനേരം നോക്കിയിരുന്ന സങ്കടങ്ങൾ താനെ പടിയിറങ്ങുമായിരുന്നു. കൊള്ളാലോ. ഇതെന്താ കൊറേ നേരമായിട്ട് കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഈ കണ്ണുകളെന്ന് പറയുന്നത് വെറുതെ കാണാനും കരയാനും മാത്രം ഉള്ളതല്ല കല്യാണി. അതിനപാരമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെ കൊച്ചു രണ്ട് ഖജനാവാണ് നമ്മുടെ കണ്ണുകൾ. നമ്മുടെ സ്വപ്നങ്ങളുടെ സേഫ്റ്റി ലോക്കർ. കല്യാണി, അച്ഛൻ എവിടെ പോയി കിടക്കായിരുന്നു ഇത്രയും നേരം? ഞാൻ എത്ര നേരം കാത്തിരിക്കായിരുന്നു അറിയോ? അത് കൊള്ളാം. ഇന്നിവിടെ നടന്ന പ്രോഗ്രാം നീ മറന്നുപോയ? VIP-കളെ ഒന്നൊന്നായി തിരിച്ചു കൊണ്ടുവിടാനുള്ള ഡ്യൂട്ടി എനിക്കാ. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, മനുഷ്യൻ വളയം പിടിച്ച് മടുത്തു. നല്ല ക്ഷീണമുണ്ട്. നീ എന്തെങ്കിലും കഴിക്കാനെടുക്ക. കഴിക്കാനൊക്കെ എടുക്കാം, പക്ഷേ ക്ഷീണം മാറാൻ അതിനേക്കാളും വലിയൊരു ന്യൂസ് പറയട്ടെ ഞാൻ. ന്യൂസോ? എന്ത് ന്യൂസ്? ബ്രേക്കിംഗ് ന്യൂസ്. പറയുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ. മിസ്റ്റർ ആനന്ദ്, എന്താണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ വിശേഷങ്ങൾ? എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ആ ലോഗോ കണ്ണുകളുടെ ഉടമ അതാരാണെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ ലോഗോയിലുള്ളത് മറ്റാരുടെയും കണ്ണുകളല്ല. ആ കണ്ണുകൾ കല്യാണിയുടേതാ. ദൈവമേ, നീ എന്താ മോളീ പറയുന്നത്? കമ്പനി ലോഗോയിലെ കണ്ണുകൾ നിന്റെ കണ്ണുകളാണെന്നോ? അതെ അച്ഛാ, അറിഞ്ഞപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഗതി സത്യ. വാസ്തവം പറഞ്ഞാ എനിക്കെന്റെ കണ്ണ് നിറഞ്ഞു പോയത് ആ കേട്ട വാർത്തയിലായിരുന്നില്ല. അതെന്റെ കണ്ണുകളാണെന്ന് അറിഞ്ഞപ്പോ വല്യുഞ്ഞിന്റെ മുഖത്തെ അടക്കാനാവാത്ത സന്തോഷം കണ്ടപ്പോഴാ. എന്തു പറ്റിയച്ചാ? മുഖം വാടിയല്ലോ. മോളെ,
ലോഗോ ഡിസൈനിലെ കണ്ണുകൾ നിന്റെ കണ്ണുകളാണെന്ന് അറിഞ്ഞതിൽ അച്ഛന് സന്തോഷം തന്നെ, വലിയ സന്തോഷം. പക്ഷെ ഇപ്പോഴും അച്ഛൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. ഇതൊക്കെ എന്തോ ആപത്തിലേക്കാണോ നയിക്കുന്നതെന്ന്. ആപത്തോ? അതെ. ഒന്നാമത് നിന്നെ കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാകൂ എന്നുള്ള ഭയത്തിലാ അഖിലാമ്മയുടെ ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ ഇതും കൂടി അറിയുമ്പോൾ പുറമേക്ക് ചിരിച്ചു കാണിക്കുമെങ്കിലും മാഡം ഒരു അമ്മയല്ലേ. സ്വന്തം മകൻ ഒരു താഴ്ന്ന നിലയിൽ പെണ്ണിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ അമിത സന്തോഷം സഹിക്കുമോ? സത്യം പറഞ്ഞ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ സഹിക്കില്ല. അതാ എനിക്കുള്ള പേടി. ആ, നമ്മുടെ കൈവെള്ളയിലുള്ളതല്ല നടക്കുന്നത്. മുകളിൽ നിന്ന് വിധിക്കുന്നത് കയ്യിൽ വാങ്ങുക. അതേ ഈ അച്ഛന് ഇനി സാധിക്കൂ. ചെറിയൊരു സന്തോഷം വലിയൊരു സങ്കടത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. അതേ അച്ഛന് പറയാനുള്ളൂ. അമ്മയ്ക്കറിയാലോ, മനുവിന് എനിക്ക് ജീവനാ. പക്ഷേ അടുക്കല്ല, അകന്നാ ഞാൻ നിക്കണേ. അപ്പോഴും വിധിയാ ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഞങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നേ. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിനി എന്താ ഈ വീടും നാടും വിട്ട് ഓടിപ്പോണോ, അതോ ആത്മഹത്യ ചെയ്യണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഒരു നിമിഷം സന്തോഷം തന്ന ഒരു വർഷം സങ്കടമാ. സന്തോഷത്തിന്റെ അർത്ഥം പോലും സങ്കടമാണോ ഈ കല്യാണിക്ക്? ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. എല്ലാം കൂടി കൂട്ടിക്കുറച്ച് ആലോചിച്ച് നോക്കുമ്പോ എനിക്കിപ്പോ ആശ്ചര്യം തോന്നുക. എന്റെ അമ്മ കഴിഞ്ഞ ഞാൻ എല്ലാ വിഷയങ്ങളും ഷെയർ ചെയ്തിരുന്നത് ആ ലോഗോ കണ്ണുകളോട്. എത്രയോ രാത്രികൾ ഉറക്കം വരാതെ ഞാൻ ആ ലോഗോ കണ്ണുകളോട് കഥ പറഞ്ഞിരുന്നിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? ആ കണ്ണുകളുടെ ഉടമയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? ഒരർത്ഥത്തിൽ പ്രണയിക്കായിരുന്നു എപ്പോഴൊക്കെയോ ഞാൻ ആ കണ്ണുകളെ. അതുകൊണ്ടായിരിക്കും ഞാൻ ആ കണ്ണുകളുടെ ഉടമയെ തേടി അലയുമ്പോഴും ചിലപ്പോഴൊക്കെ അതിന്റെ കയ്യെത്തും ദൂരത്ത് എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്ന പോലെ തോന്നിയിരുന്നത്. ആ തോന്നലുകളൊക്കെ സത്യമായിരുന്നു. ആ കണ്ണുകളുടെ ഉടമ ഞാൻ എന്നും കാണാറുള്ള കല്യാണി. ആ തിരിച്ചറിയലിന് പോലും വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഇറ്റ്സ് റിയലി ഓസം. ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാ. കയ്യിൽ വെണ്ണ വെച്ചിട്ട് നെയ്യ് തേടിപ്പോയി അലഞ്ഞ കഥ. പക്ഷെ അത് വെറും യാദൃച്ഛികമാണെന്ന് നീ പറയുന്നതാ എനിക്ക് ദഹിക്കാത്തത്. ലോഗോ ഡിസൈനിലും മൊബൈലിലും ലാപ്ടോപ്പിലും ആ കണ്ണുകൾ വന്നു. നേരം വെളുക്കുവോളം ആ കണ്ണുകളെ നോക്കി നീ പ്രണയിച്ചു. മനസ്സിന്റെ ഭാരമെല്ലാം ആ കണ്ണുകളോട് പങ്കുവച്ചു. അതെല്ലാം കറക്റ്റ്. പക്ഷേ അതെല്ലാം കല്യാണിയുടെ കണ്ണുകളാണെന്ന് അറിയാതെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ലോഗോ ഡിസൈനിലും മൊബൈലിലും ലാപ്ടോപ്പിലും ആ കണ്ണുകൾ വന്നു. നേരം വെളുക്കുവോളം ആ കണ്ണുകളെ നോക്കി നീ പ്രണയിച്ചു. മനസ്സിന്റെ ഭാരമെല്ലാം ആ കണ്ണുകളോട് പങ്കുവച്ചു. അതെല്ലാം കറക്റ്റ്. പക്ഷേ അതെല്ലാം കല്യാണിയുടെ കണ്ണുകളാണെന്ന് അറിയാതെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എടാ, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാ. എടാ മച്ചു, നീ എന്നെ വെറും ലണ്ടൻകാരനാക്കരുത്. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഷിഫ്റ്റ് വെച്ച് 3-4 പ്രണയിച്ച് നടന്നവനാ ഞാൻ. എല്ലാം അറിയാലോ നിനക്ക്. അതിലൊരുത്തിയുടെ ബന്ധുവാ എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോയത്. 2 കൊല്ലം കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും അവരവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞു. സത്യം പറഞ്ഞ അവളെ കെട്ടേണ്ടി വരുമെന്നുള്ള ഭയത്തിലാ ഞാനിവിടെ വന്നു തന്നെ. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? എന്തിനാ നീ പറ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേന്ന്. മച്ചു, നീ ഇനി എന്തൊക്കെ ന്യായോ യാദൃച്ഛികതയൊക്കെ പറഞ്ഞാലും നീ അറിഞ്ഞോ അറിയാതെയോ കല്യാണിയെ പ്രണയിക്കുന്നുണ്ട്. അവള് തിരിച്ചും. അതൊരു പരമമായ സത്യമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി ദൈവം നിനക്ക് ചില വഴികൾ തുറന്നിട്ടിരിക്കുക.
അതാണ് നിന്റെ മാനസ പ്രണയിനിയെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും നീ തീരുമാനിക്കേ, തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ ആരെ തെരഞ്ഞെടുക്കണമെന്ന്. പ്രിയങ്ക വർമ്മ എന്ന പരിഷ്കാരി പെൺകുട്ടി ഒരിടത്ത്, കല്യാണി ദാസ് എന്ന ചെമ്പരത്തിപ്പൂ പോലെ പരിശുദ്ധയായ ഒരു പെൺകുട്ടി മറുവശത്ത്. The choice is yours. ഉത്തരം വൈകിട്ട് പറഞ്ഞാൽ മതി. എനിക്കിപ്പോ ഒരല്പം ജോലിയുണ്ട്. പിന്നെ കാണാം.